ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ക്രോമിലെ പുതിയൊരു ഫീച്ചറാണ്. ഇതൊരു യൂസ്ഫുൾ ഫീച്ചറാണ്. ഇപ്പോൾ ഞാൻ ഗൂഗിൾ ക്രോമിലെ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വിക്കിപീഡിയ ആണ്. നമുക്കിതിൽ കസ്റ്റമൈസ് ആൻഡ് കൺട്രോൾ ഗൂഗിൾ ക്രോം എന്ന ഓപ്ഷനിൽ പോവാം. സ്വൈപ്പ് ചെയ്ത് പോവുക. ഏകദേശം സെക്കൻഡ് ലാസ്റ്റ് ആകുമ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ലിസൺ ടു ദിസ് പേജ്. ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ലിസൺ ടു ദി പേജിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു AI പ്ലേബാക്ക് പ്ലേ ആവുന്നതായിരിക്കും. ഈ പേജിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ കേൾക്കാൻ കഴിയും. ഗൂഗിൾ നോട്ട്ബുക്ക് എല്ലാം പോലത്തെ ഒരു പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് പോസ് ചെയ്യാം. അപ്പോൾ ഈ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ക്രോമിൽ നമ്മൾ ഒരു ആർട്ടിക്കിളുള്ള ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു കഥയുള്ളൊരു വെബ്സൈറ്റാണിത്. അതിൽ ക്ലിക്ക് ഇപ്പോൾ ആ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ആക്കി, അതിനുശേഷം കസ്റ്റമൈസ് ആൻഡ് കൺട്രോൾ ഗൂഗിൾ ക്രോമിൽ പോയി ലിസൺ ടു ദിസ് പേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്ലേബാക്ക് വരും. ഈ സൈറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു ഓർവ് വരും. ഈ സൈറ്റിൽ എന്തൊക്കെയാണുള്ളത് വേണമെങ്കിൽ കഥയും വായിച്ചു തരും, കഥയെക്കുറിച്ചും പറയും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ കഥയുള്ള സൈറ്റാണ്. ഇതിപ്പോൾ വിക്കിപീഡിയ ആയതുകൊണ്ട് വിക്കിപീഡിയയെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് ഈ ഫീച്ചറിൻ്റെ ഗുണം. അപ്പോൾ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഉപയോഗപ്രദമായ ഫീച്ചറാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ AI പ്ലേബാക്ക് എന്ന സംഭവത്തിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഇപ്പം പ്ലെയറിൻ്റെ എല്ലാ കൺട്രോൾസും നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ, ഗോ ബാക്ക് 10 സെക്കൻഡ്സ്. ഇത് തംസ് ഡൗൺ എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഈ സംഭവം കൊള്ളില്ല, ഈ പ്ലേബാക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കൊടുക്കാം. തംസ് അപ്പ് ഇത് വളരെ കൊള്ളാമെന്ന ഓപ്ഷൻ ആണ്, ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് പ്ലേബാക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ സ്റ്റാൻഡേർഡായിട്ട് ഇതിനെക്കുറിച്ചേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഒരു AI ജനറേറ്റഡ് പ്ലേബാക്ക് വരും. ഇപ്പോൾ AI പ്ലേബാക്ക് എന്നൊരു ഓപ്ഷനുണ്ട്. ഈ സ്റ്റാൻഡേർഡ് പ്ലേബാക്ക് ക്ലിക്ക് ചെയ്യുമ്പം AI പ്ലേബാക്ക് എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. AI പ്ലേബാക്ക് ക്ലിക്ക് ചെയ്യും. AI പ്ലേബാക്ക് ഇങ്ങനെ ലോഡായിട്ടുണ്ട്. പ്ലേ ചെയ്യാം. ഒരു പോഡ്കാസ്റ്റ് പോലെ ഒരു മെയിൽ ആങ്കറും ഒരു ഫീമെയിൽ ആങ്കറും ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഫീച്ചർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ പുതിയതായിട്ട് വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. അപ്പോൾ എല്ലാവർക്കും ഈ ഫീച്ചർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത് വളരെ നല്ല ഫീച്ചറാണ്. വളരെ നല്ല ഫീച്ചറാണ്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.